പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ 19-ാം തീയതി കേരളം ഒരു പതിറ്റാണ്ട് കാലം ഭരിച്ച് തകർത്ത് തരിപ്പണമാക്കിയ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വിജയൻ്റെ മകൾ വീണ വിജയൻ, ടി വീണ, ഹവാല ഇടപാടുകൾ നടത്തിയെന്നും വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അയച്ചെന്നും 20 കോടി രൂപയോളം അവർ കൈകാര്യം ചെയ്തെന്നും അവർ കൃത്രിമ സിൻബാഡ് ഉപയോഗിച്ചെന്നുമൊക്കെ ഉള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പത്രക്കുറിപ്പിലൂടെ പുറത്തു കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല, അവരുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല നേതാക്കന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി. അതിലൊരാൾ പിന്നെ CPM-ൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിട്ടുള്ള നിഖിൽ എന്ന് പറഞ്ഞിട്ടുള്ള നേതാവാണ്. അപ്പോൾ ആ നിലയിൽ വിജയനെക്കുറിച്ചും മകളെക്കുറിച്ചും ഞെട്ടിക്കുന്ന അനിഷേധ്യമായ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള ഞെട്ടിക്കുന്ന തെളിവുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി 19-ാം തീയതി രംഗത്ത് വന്നു. സുഹൃത്തുക്കളെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉള്ളതാണ്. ആരോപണങ്ങളൊന്നും പലതും തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. രാഷ്ട്രീയ പാർട്ടിക്കാരെ കണക്ക് തീർക്കാൻ വേണ്ടി മോദി സർക്കാർ ഉപയോഗിക്കുന്നതാണ് എന്നുള്ള ആരോപണമുണ്ട്. അതിലൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. അരവിന്ദ് കെജ്രിവാളിനോട് എടുത്ത നിലപാട് മുതൽ ഹേമന്ത് സോറൻ ഒരുപാട് പേർക്കെതിരെ എടുത്ത നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൺവിക്ഷൻ റേറ്റ് 2% എന്നുള്ള ആരോപണവും അവർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അതൊന്നും തെറ്റാണെന്നുള്ള വാദമൊന്നും എനിക്കില്ല. അത് പലതും ശരിയാണെന്നുള്ള വാദവും എനിക്കുണ്ട്. പക്ഷേ വിജയന്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ടുവന്നിരിക്കുന്ന തെളിവുകൾ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇതൊരു ആരോപണമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് പച്ചയായിട്ടുള്ള തെളിവുകളല്ലേ. അത് അവരുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് എന്നല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടുള്ളത്. അത് അവരുടെ കൈയക്ഷരത്തിൽ, അവരുടെ കൈപ്പടയിൽ അവരെഴുതിയ കാര്യങ്ങളിൽ നിന്നാണ് തങ്ങൾ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഹാൻഡ് റൈറ്റിംഗിൽ അവരവരുടെ ഡയറിയിൽ എഴുതിയ അക്കൗണ്ട്സിൽ എന്നാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അവർ കൈകാര്യം ചെയ്ത പണം അവരുടെ നോൺ സോഴ്സ് ഓഫ് ഇൻകത്തേക്കാൾ കൂടുതലാണ് എന്നല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത്. 20 ചില്ലുവാനും കോടി രൂപ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നു. 10 പൈസയുടെ വരുമാനമുള്ളവരാണോ ഈ വനിത? എന്ത് വരുമാനമാണ് ഇവർക്കുള്ളത്? 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ആലോചിച്ച് നോക്ക്. ഒരു പൊട്ട കമ്പനി, ഒരു ഷെൽ കമ്പനി, ഒരു എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനി 4-5 വർഷം നടത്തുകയും കരിമണൽ കമ്പനിയിൽ നിന്ന് 2,78 ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങുകയൊക്കെ ചെയ്തു എന്നാണല്ലോ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ കേൾക്കുന്ന എന്താ സുഹൃത്തുക്കളെ? 20 കോടി രൂപ കൈകാര്യം ചെയ്തിരിക്കുന്നു അവർ. എവിടെ നിന്നാണ് അവരുടെ വരുമാനം? ഇപ്പം നമ്മൾ അനൗദ്യോഗികമായി കേൾക്കുന്നത് 100 കോടി രൂപയിൽ കൂടുതൽ ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതൊരു വലിയ രാഷ്ട്രീയ കോളിളക്കമാകേണ്ട ഒരു കാര്യമല്ലേ സുഹൃത്തുക്കൾ? എന്നാലും നോക്കിയേ. ഇപ്പോൾ CPM ഭരിക്കുന്ന ഈ ആരോപണം ഇപ്പം ഒരു കോൺഗ്രസ് നേതാവിനെതിരായിട്ടായിരുന്നു വന്നത് എന്ന് നമ്മൾ വിചാരിക്കുക. VD സതീശൻ്റെ മകളെ കുറിച്ചിട്ടാണ് ഇതുപോലൊരു തെളിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകുമായിരുന്ന രാഷ്ട്രീയ ഭൂകമ്പം എന്താകുമായിരുന്നു? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അന്തം വിട്ടു പോകുമായിരുന്നു നമ്മൾ. CPM-കാരുണ്ടാക്കുന്ന കോലാഹലം എന്താകുമായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി രമേശ് ചെന്നിത്തലയുടെ മകനെ കുറിച്ചിട്ടാണ് ഇതുപോലെ ഒരു വിവരങ്ങൾ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? 1 മിനിറ്റ് പോലും താമസിക്കാതെ രാജിവെച്ച് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി വരെ രംഗത്തിറങ്ങില്ലായിരുന്നു സുഹൃത്തുക്കളെ. എന്നാൽ നമ്മളിവിടെ ഞെട്ടിപ്പോയ സംഭവം എന്താ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നിലപാടുകളുടെ രാജകുമാരനും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ എടുക്കുന്ന ഒരാളുമായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അതിനെക്കുറിച്ച് പറഞ്ഞ പ്രതികരണം എന്താ? ആ പ്രതികരണം നമുക്കിനി ഒന്ന് കേൾക്കാം. ഇഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീണയ്ക്കെതിരെ കൂടുതൽ അന്വേഷണം വരുന്നു. സിഎമ്മിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നോ? അവര് പ്രതികരിക്കട്ടെ. ഞാനിപ്പോ എന്ത് പറയും? ഒരു അന്വേഷണം നടക്കുകയല്ലേ. ഞാൻ ആ അന്വേഷണത്തിന്റെ ഇടയിൽ കയറി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവര് പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിന്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ഇത് ശരിയല്ല. കേട്ടല്ലോ, അയാൾ പറയുകയാണ്
അതായത് ഒരു ഏജൻസി അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് യുക്തിപരമായിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രതിപക്ഷ നേതാവും CPM-ന്റെ ഉന്നത നേതാവും 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകൾക്കെതിരെ ഇത്രയേറെ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടും അയാളുടെ രാജി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതോ പോകട്ടെ, രാജി ആവശ്യപ്പെടുന്നില്ല. അയാളെ ഒരു സൂചി കൊണ്ടെങ്കിലും ഒന്ന് വേദനിപ്പിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. എന്താ അവസ്ഥ? പിണറായി വിജയൻ ഇതിൽ കൂടുതൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വല്ല വകയുണ്ട് സുഹൃത്തുക്കൾ? നമ്മൾ ഓർക്കുന്നില്ല, ഇയാൾ നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വിജയന്റെ വീട്ടിൽ പോയത്. പരിണിത പ്രജ്ഞൻ, 15 വർഷം മുഖ്യമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പരിണിത പ്രജ്ഞനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിലാണ് താൻ പിണറായി വിജയനെ കാണാൻ വന്നത് എന്ന് VD സതീശൻ പറഞ്ഞിരുന്നത്. എത്ര ശരിയായി? ഇപ്പോൾ ഇത്രയും തെളിവുകൾ പുറത്തു വന്നിട്ടും നിങ്ങൾക്കിനി അധികാരത്തിൽ തുടരാൻ എന്ത് അവകാശം എന്ന് ചോദിക്കാനുള്ള ആർജവം, ഇച്ഛാശക്തി അത് ഈ സതീശൻ എന്ന് പറഞ്ഞ ആൾക്ക് ഇല്ല എന്നും ഇയാൾ വിജയനെ സംരക്ഷിക്കുകയാണ് എന്നുള്ളതിന് ഇനി എന്ത് തെളിവാണ് സുഹൃത്തുക്കളെ വേണ്ടത്? എന്ത് തെളിവാണ് വേണ്ടത്? അയാൾ പറയുകയാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കട്ടെ. ഇനി ഇയാൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പിണറായി വിജയൻ കൂട്ടരും ചെയ്തുകൊണ്ടിരുന്നത് എന്താ? പുനർജനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയത്തിൽ അതിൽ ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. എന്തുമാത്രം ഇയാളെ പീഡിപ്പിച്ചു എന്ന് ആലോചിച്ച് നോക്ക്. ഇയാൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പുനർജനി എന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം തവണ ഇയാളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ഈ പിണറായി വിജയനും കൂട്ടരും അവരുടെ പോലീസും. എന്തുമാത്രം വാർത്തകൾ കൈരളി ഇയാൾക്കെതിരെ ചെയ്തു. ഇപ്പോഴും പുനർജനി എന്നും പറഞ്ഞിട്ട് അയാളുടെ പത്രസമ്മേളനങ്ങളിൽ വന്ന് ഈ കൈരളിയും ദേശാമാനിയൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ മരമ്പട്ടുകാരുടെ ചാനൽ ഇപ്പോഴും പുനർജനി എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ CPM-ൽ നിന്ന് കരണക്കുറ്റിക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇയാൾ വിജയന്റെ മകൾക്കെതിരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകൾ വന്നിട്ടും അയാളുടെ പുറത്ത് തലോടുകയാണ് ഈ സതീശൻ. ഇയാൾ എവിടുത്തെ മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇയാൾ എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? ഇയാൾ പിണറായി വിജയനെ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിച്ച് നിർത്തുകയാണ്. ഇയാൾ വിജയന്റെ മകൾ കോടികളുടെ അഴിമതി നടത്തി എന്നുള്ളൊരു തെളിവുകൾ പുറത്തു വന്നിട്ടു. അതാണ് സതീശൻ ചെയ്യുന്നത്. എന്നാൽ സതീശൻ മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KM ഷാജിയോട് ഇതിനെക്കുറിച്ചിട്ട് ചോദ്യം ചോദിച്ചു. അയാൾ സതീശനെ പോലെ ഈ വിജയനെ ചിറകിനടിയിൽ നിർത്തി സംരക്ഷിക്കുന്ന മറുപടിയല്ല അയാൾ പറഞ്ഞത്. അയാൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാ മറുപടി കൊടുത്തത്. നമുക്ക് ഞാൻ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. വീണ എന്ന് പറയുന്ന ഒരൊറ്റ സ്ത്രീയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്താ പ്രിവിലേജ്? മുഖ്യമന്ത്രിയുടെ മകൾ, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യ അല്ലേ? ഈ പ്രിവിലേജ് അല്ലേ അന്വേഷിക്കേണ്ടത്? ആ പ്രിവിലേജാണ്. ഇപ്പം എൻ്റെ കുടുംബക്കാരൻ്റെ അഴിമതി നടത്തിയാൽ അവൻ്റെ കാര്യം, അവൻ എൻ്റെ സൗകര്യത്തെ കൺവീനിയൻസിനാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മകൾ ഒരു അഴിമതി നടത്തിയാൽ അതെങ്ങനെ ഞങ്ങൾ അറിയാം? അവൾ ഇൻഡിവിജ്വലാണ്. എൻ്റെ മോക്ക് 12 വയസ്സായി, അവൾ സ്വതന്ത്രയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ കൺവീനിയൻസിനെ ഉപയോഗിക്കുന്നത്. വീണ എന്നതൊരു സ്വതന്ത്ര വ്യക്തിയല്ല. അവർ മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു 10 കൊല്ലം, പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയായിരുന്നു. അപ്പോൾ അത് വീണ അല്ല. അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ്, മുഹമ്മദ് റിയാസിനെയാണ്, റിയാസിന്റെ പാർട്ടിയാണ്. അയാൾ സത്യം പറഞ്ഞ പിണറായി വിജയൻ പൊരിച്ചെടുത്തു. കാരണം പിണറായി വിജയൻ അയാൾക്കെതിരെ ഒരുപാട് അയാളെ പീഡിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ്. അയാൾക്കെതിരെ കള്ളക്കേസെടുത്തതാണ്. അയാൾക്കെതിരെ കേസുമായി സുപ്രീം കോടതി വരെ പോയതാണ്. അയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അയാളെ ദ്രോഹിക്കാൻ ശ്രമിച്ചതാണ്. അയാൾക്കൊരു ഒരു ഹൃദ്രോഗം പോലും ഒരിക്കൽ വന്നതാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞു ഇതിന് ഉത്തരവാദി പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഇതിന് കണക്ക് പറയണം. പിണറായി വിജയനും മകളും ഇത് അനുഭവിക്കണം. അയാൾ പറഞ്ഞു എനിക്ക് മകളുണ്ട്, എൻ്റെ മകൾ ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറഞ്ഞ ആളുകൾ വെറുതെ വിടുവോ? കാരണം എൻ്റെ മകളല്ലേ, ഞാനൊരു മന്ത്രിയല്ലേ എന്ന് പറഞ്ഞ പോലെ വിജയൻ്റെ മകൾ ചെയ്തിട്ടുള്ള ഉത്തരവാദിത്വം വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിജയൻ്റെ മുഖത്തടിക്കുന്നത് പോലുള്ള മറുപടി KM ഷാജി കൊടുത്തു. അപ്പം അതാണ് KM ഷാജിയുടെ ആർജവം എന്ന് പറയുന്നത്. അതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്, അതാണ് ശരിയും. അപ്പം ആ നിലയിൽ വിജയനും മകളും ചെയ്ത തെറ്റുകുറ്റങ്ങൾ, അഴിമതികൾ, അനധികൃതമായിട്ടുള്ള പണമിടപാടുകൾ,
അത് അതിശക്തമായി പുറത്തു കൊണ്ടുവരാനുള്ള ആർജവം കെ എം ഷാജി കാണിച്ചപ്പോൾ പിണറായി വിജയന്റെ മകൾ കോടികളുടെ അനധികൃത പണമിടപാട് നടത്തി എന്നുള്ളതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന ഈ സതീശൻ അയാളെ ചിറകിനടിയിൽ വെച്ച് സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ വിജയനും സതീശനും തമ്മിൽ എന്തോ അന്തരാള ബന്ധമുണ്ട് എന്ന് സാധാരണ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ ചിന്തിച്ചാൽ അതിന് കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്ര ശക്തമായിട്ടുള്ളൊരു ആയുധമാണ് അയാളുടെ കയ്യിൽ കിട്ടിയത് പ്രതിപക്ഷത്തെ അടിക്കാൻ. ശരിക്കും CPM നിന്ന് പോലും വിജയന്റെ മകളെ ന്യായീകരിക്കാൻ വിജയൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഓർക്കണം. CPM നിന്ന് പോലും ഒരു നേതാവും വിജയനെ ന്യായീകരിക്കാൻ വരാത്തപ്പോഴാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? എന്നാൽ ആ സ്ഥാനത്ത് കെ എം ഷാജി എന്ന് പറഞ്ഞ ആ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ആ ഷാജി അതിശക്തമായിട്ടുള്ള അടി, കരണത്തടിയാണ് വിജയന് കൊടുത്തത് എന്ന് കാണണം. ഇത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.